സി ഒരാൾക്ക് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറിളക്കം, വയറുവേദന, ഇല്ലെങ്കിൽ ആഹാരം എടുക്കാൻ പോലും പേടിയാവുന്ന ഒരവസ്ഥ. മറ്റൊരാൾക്കാണെങ്കിൽ ദിവസേന 8-10 പ്രാവശ്യമൊക്കെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ. എന്താവാം ഇതിന് കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണോ? മേ ബി ഡ്യൂ ടു സം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്. അതിനെയാണ് നമ്മൾ IBD എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 മുഖങ്ങളായിട്ടുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസ് ഡിസീസുമാണ് ഇതിൻ്റെ മെയിൻ കാരണങ്ങളായിട്ട് വരാറുള്ളത്. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ വയറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഡൈജഷൻ മാത്രമല്ല, ഈ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ കൂടിയാണ്. സോ അതിൻ്റെ തന്നെ ലൈനിങ്ങിനെ ഇമ്മ്യൂൺ സിസ്റ്റം തിരിച്ചാക്രമിക്കുമ്പോഴാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ആയിട്ടുള്ള IBD ഉണ്ടാകുന്നത്. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വൺ ജനറ്റിക് ടെൻഡൻസി, സെക്കൻഡ് വൺ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ റിയാക്ഷൻ, തേർഡ് വൺ ഗട്ട് ബാക്ടീരിയയിലെ ഇംബാലൻസിങ്, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ആയിട്ടുള്ള ഡീപ്പ് ഇമോഷണൽ സ്ട്രെസ്. ആ വ്യക്തി അനുഭവിക്കുന്ന ഇമോഷണൽ പെയിനാണ് നമ്മൾ കൂടുതലും കാണാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയുടെ ജീവിതശൈലി, മാനസികാവസ്ഥ, ഫാമിലി ഹിസ്റ്ററി തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ കേസ് ഹിസ്റ്ററിയെ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മുടെ ക്ലിനിക്കിലെത്തുന്ന ഒട്ടനവധി കേസുകളിൽ ഒരു കംപ്ലീറ്റ് ക്യൂർ നൽകാൻ സാധിക്കുന്ന ഒന്നാണ് ഈ മേൽപ്പറഞ്ഞിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ. രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എമർജൻസി മാനേജ്മെൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ ചില കേസിലൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ടെങ്കിലും കുറച്ച് നാളത്തെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ പതിയെ ഈ എമർജൻസി മെഡിസിൻസ് എല്ലാം സഹായമില്ലാതെ തന്നെ ഒട്ടുമിക്ക കേസിലും നമുക്ക് ഒരു റൂട്ട് ലെവലിൽ കംപ്ലീറ്റ് ക്യൂർ നൽകാനായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിന് സാധിക്കാറുണ്ട്. Velith Homeopathy on a mission to cure.